നമ്മുടെ പോക്കറ്റ് പറന്നു പോയത് എല്ലാവരും കണ്ടിട്ടില്ലേ? അതിനെ പിടിക്കാനുള്ള ശ്രമത്തിലാണ് നിന്നുള്ളത് കേട്ടോ. അപ്പൊ ഇന്നലെ നമ്മള് അവിടെ ഒരു കൂട് വെച്ച് കൊടുത്തിട്ട് ഒരു ട്രൈ ചെയ്തിരുന്നു, പക്ഷെ അത് സക്സസ് ആയില്ല. നമ്മൾ ഈ കൂടിന്റെ ഈ ഒരു ഹോളിൽ എടുത്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ കൂടിന്റെ ഡോറിന്റെ ഈ ഭാഗത്ത് അകത്തോട്ട് കയറുമ്പോൾ ഇതാണ് നമ്മളെ പദ്ധതി. ഓക്കെ, ഇത് സക്സസ് ആവുമെന്ന് വിചാരിക്കുന്നു. ഇതന്നെ ഇതാ. ഓക്കെ, ഹലോ ഫ്രണ്ട്സ്, പെറ്റ് സ്റ്റേഷൻ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താ അറിയാം, നമ്മളെ കേജിന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടുന്ന് മാറ്റിയ ജീവികളൊക്കെ ഇങ്ങോട്ടേക്ക് മാറ്റേണ്ട പരിപാടിയാണ് ഇപ്പോൾ. അപ്പൊ നമ്മളെ കോക്കറ്റ് വരെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ മീഡിയം സൾഫർ ക്രസ്റ്റഡ് കോക്കറ്റ്. ഇവര് നമ്മുടെ അടുത്ത് ഇപ്പൊ ഏകദേശം എനിക്ക് തോന്നുന്നു 8 വർഷമായി. ഓക്കെ, മുന്നേ ബ്രീഡ് ആയിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോ കേജെല്ലാം മാറ്റി പിന്നെ ആൾക്കാരൊക്കെ വരുന്ന രീതിയിലായപ്പോൾ ബ്രീഡിംഗ് ഒക്കെ സ്റ്റോപ്പായി. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ കേജും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് ഉണ്ടാക്കിയ കേജ് എന്ന് പറയുന്നത് എന്താ, ബ്രീഡിംഗ് ബോക്സിന്റെ സ്റ്റൈൽ ഉണ്ടാ. ഈ കോക്കറ്റൂസിന് മാത്രം ഈ 2 ഹോൾ ഉണ്ടാവുന്നുണ്ട്. എന്നാൽ ഇവർ ഈ ബ്രീഡ് ചെയ്യുന്ന സമയത്ത് ഇവർ ഭയങ്കരമായിട്ട് അടികൂടാനും പരസ്പരം ഇടിച്ച് ചാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരാൾ ഇതിലേക്ക് കയറുമ്പോൾ മറ്റേയാൾ അപ്പുറത്തേക്ക് കൂടി ഇറങ്ങിയിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യമാണ് കേട്ടോ. അതിപ്പോ ബ്രീഡ് കുട്ടികളായാലൊക്കെ ഇവർ തമ്മിൽ ഭയങ്കര ഫൈറ്റ് ആയിരിക്കും. അപ്പൊ അവര് എന്തെങ്കിലും സംഭവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 2 ഡോർ കൊടുക്കുന്നത് ഒരു കേജ് ഇതിൽ തന്നെ. അതേപോലെ തന്നെ ഇവർക്ക് പേർച്ചും കാര്യങ്ങളെല്ലാം കൊടുത്തത് എല്ലാം നമ്മുടെ കോൺക്രീറ്റിൽ തന്നെ കൊടുത്തു കേട്ടോ. നല്ല സാധാരണ നല്ല ഒറിജിനാലിറ്റി തോന്നില്ലേ, നല്ല റോക്കിലേക്കെല്ലാം കയറിയിട്ട്. അതേപോലെ കേജ് കംപ്ലീറ്റ് നമ്മൾ റോക്കിന്റെ ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ എയർ ഇറക്കാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വെളിച്ചം ഡയറക്റ്റ് കയറാൻ വേണ്ടിയിട്ട് സൂര്യപ്രകാശവും അതുപോലെ മഴയൊക്കെ ഡയറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നേരെ ഹോളും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാ കേജ് ഇതെല്ലാം പിന്നെ മുന്നേ നമ്മൾ ചെയ്തതാണ്. പിന്നെയുള്ള ഈ ഒരു ആംബിയൻസ് ആണ് നമ്മളിപ്പോ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള സംഭവം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവരെ തുറന്നു വിട്ട് നോക്കാം അല്ലെ. പിന്നെ അതുപോലെ ഇത് ഫുഡിന് ഉണ്ടാക്കിയ സിസ്റ്റം കേട്ടോ. ഫുഡിന്റെ ട്രേ ഇതിന്റെ അകത്തോട്ട് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ഈ ഫുഡ് ഇവര് എടുത്ത് മറിക്കുന്നതും പുറത്തേക്ക് തട്ടുന്നതും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫുഡിന്റെ സിസ്റ്റം ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, നമ്മളേത് സബ്സ്ക്രൈബർ നമ്മൾ നോക്കിയിട്ട് പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് പുറത്തേക്ക് വിടാം അല്ലേ. അറിയിക്കോടെ, പേടിക്കണ്ട. അടിപൊളി, കറക്റ്റ് 1 മിനിറ്റ് ഉണ്ട് രണ്ടാളും. അടിപൊളി, നൈസ്. ഹാപ്പി അല്ലേ മക്കളെ? അവര് നമ്മള് കേജിലേക്ക് മാറ്റി ഇട്ടുകൊണ്ടുള്ള ചെറിയൊരു സ്ട്രെസ് ഉണ്ടാവും. അതുപോലെ നമ്മൾ താഴത്ത് കൊടുത്തിട്ടുള്ളത് കംപ്ലീറ്റ് നമ്മളെ പൂഴിയാണ് കേട്ടോ. പൂഴിയാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ മണൽ എന്നാ പറയാം പൊതുവെ എല്ലാവരും. ഇതിന് പൂഴിന്ന് എല്ലാ നാട്ടിലും പറയാൻ പോലെ. മണൽ എന്ന് പറയുന്ന അധികം ആൾക്കാരും നമ്മൾ ഈ കൃഷിയെല്ലാം ചെയ്യാൻ ഉപയോഗിക്കുന്നത് നമ്മൾ ചെറലെന്ന് പറയും. അതിനാണ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ പൂഴിക്ക് പിന്നെ പ്രശ്നമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് കുഴിച്ചാൽ തന്നെ നല്ല രീതിയിൽ ഇത് ഇത്തരം വെള്ള പൂഴിയാ കിട്ടാം. അതേപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിൽ ഗ്ലാസ്സാണ് വെച്ചിട്ടുള്ളത്. ഗ്ലെയർ അടിക്കുന്നത് ഇപ്പോൾ ഇതിന്റെ എന്താ പറയാ, സൺലൈറ്റിന്റെ ഗ്ലെയർ അടിക്കും. പക്ഷെ എന്നാൽ നമ്മൾ എന്തെങ്കിലും ചെറിയൊരു മരം കൊടുത്തിട്ട് അത് ശരിയാക്കട്ടാ. അപ്പൊ അടുത്ത നമ്മള് ബ്ലൂ ഗോൾഡിനെ ഇടുന്ന കേട്ടാ. ബ്ലൂ ഗോൾഡിനകത്തോട്ട് കയറാം. അപ്പൊ നമ്മള് ബ്ലൂ ഗോൾഡിനെ ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് കേജ് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവര് നമ്മള് കയ്യിലേക്കെല്ലാം ഇങ്ങനെ പറന്ന് വരുന്ന കിളിയാണ്. പക്ഷെ ഫുള്ളി എന്താ പറയാ, കയ്യിലെടുക്കാൻ പറ്റൂല, കടി. ഓക്കെ, പക്ഷെ ഫുഡ് എടുക്കാൻ വേണ്ടിട്ട് നമ്മുടെ അടുത്തേക്കൊക്കെ വരും. ഓക്കെ, ഇപ്പൊ പെട്ടെന്ന് മാറ്റിയോണ്ടില്ല അവർക്ക് ഒരു ചെറിയ പേടി ഉണ്ടാവും. അതേപോലെ പേർച്ചും കാര്യങ്ങളെല്ലാം സെയിം മറ്റേതിൽ ചെയ്ത് സെയിം സെറ്റപ്പ് തന്നെയാണ്. അതേപോലെ ഇവർക്ക് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഇവിടെ എല്ലാം വിൻഡോയിൽ അപ്പുറത്തേക്ക് കാണാൻ വേണ്ടി പറ്റും, നമ്മുടെ പോക്കറ്റിന് അപ്പുറത്തേക്ക് കാണാം. അതേപോലെ ഇവരുടെ ബ്രീഡിംഗ് ബോക്സ് ഉണ്ടാവും. ഇവർക്ക് സിംഗിൾ ഹോളേ വേണ്ടു കേട്ടോ. അതിന്റെ ബാക്കിൽ വലിയൊരു ഡ്രമ്മാണ് നമ്മൾ ബ്രീഡിംഗ് ബോക്സ് ആക്കിയിട്ട് വെച്ചിട്ടുള്ളത്. അതിനകത്ത് കംപ്ലീറ്റ് വുഡ് ചിപ്സും അതുപോലെ വുഡിന്റെ പീസ് വെച്ചിട്ടാണ് അവര് നമ്മളെ എന്താ പറയാ, സാധാരണ മരം തുറന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുക അതേപോലെ തന്നെയാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇവർക്ക് സിംഗിൾ ഹോളേ വേണ്ടു. ഒരാൾ കയറുമ്പോൾ മറ്റേ ഇറങ്ങി അവരെന്നെ എന്താ പറയാ, അവരുടെ അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങനെ പോയിക്കോളും. അതേപോലെ ഇവർക്ക് കുറെ നമ്മള് പേരും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാണുമ്പോൾ നല്ല രസം ഉണ്ടാവും വിചാരിക്കാം. കാണുമ്പോൾ രസമില്ല, എങ്ങനെയുണ്ട് ഇവരെത്രത്തോളം എൻജോയ് ചെയ്യുന്നുണ്ട് കണ്ടറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്തായാലും പുറത്തേക്ക് ഇറങ്ങിക്കാം. പാടാ മക്കളെ, വാ 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 ഇറങ്ങട്ടെ.
ഇറങ്ങാനൊരു മടിയാണ്. നമുക്ക് എന്തായാലും ഒന്ന് കയ്യിലെടുത്ത് നോക്കല്ലേ. ചെറിയ അടി കിട്ടിയാൽ പോട്ടെ, സാറില്ല. നല്ല കടി കിട്ടി. സാറില്ല, ഇറങ്ങിക്കോ. അത് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതിന്റെ ഒരു ചെറിയ പേടി വരയ്ക്ക് ഉണ്ടാവും. അപ്പൊ രണ്ടാളിതാ പുറത്തിറങ്ങിയിട്ടുണ്ടേ. കമ്പിലെ മേലെല്ലാം കയറി നിന്നിട്ടുണ്ട്. അടിപൊളി. ഇത്രയും വലിയ കൂട്ടിൽ ഇവരെ കാണുന്നില്ലല്ലേ ശരിക്കും. അടിപൊളി, രണ്ടാളും ഹാപ്പി. അതേപോലെ നമ്മുടെ ഗ്രീൻ വിങ്ങിനും ഒരു ബ്ലൂ ഗോൾഡിനെ നമ്മൾ മാറ്റിയിട്ടാ പെയർ ചെയ്ത് കേട്ടാ. ഇവരെ നമുക്ക് ഒറ്റടിക്ക് വിട്ടോക്കാം. ഇത് വേറൊരു കൂടാവേ. ഇവന്റെ കൂടെ പെയർ ആയിട്ടുള്ളത് ഗ്രീൻ വിങ് ആണ്. ഹലോ ഹലോ ഹലോ. ഇവർക്കും ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് ഒരു വലിയ ബോക്സ് തന്നെയാണ് കേട്ടോ. ഗ്രീൻ വിങ്ങിന് കുറച്ചും കൂടി വലിയ ബോക്സ് വേണം. അതുകൊണ്ട് വലിയൊരു ഡ്രമ്മാണ് അതിന് വെച്ചോട്ടെ. മറ്റേതിനേക്കാളും കുറച്ചും കൂടി വലുത്. പുതിയ സ്ഥലങ്ങളിലൊന്നും നോക്കുന്നുണ്ടോ? സംഭവമില്ല. അത്യാവശ്യം നല്ല ലെങ്ത്തിൽ പറക്കാൻ പറ്റും. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ലോങ് ആയിട്ട് പറക്കാൻ പറ്റും. എല്ലാം നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വീട്ടിലേക്ക് മാറ്റി കുറച്ച് സമയം കൊണ്ട് തന്നെ ആള് സെറ്റിൽ ആയിട്ടാ. ഒരാൾ അതിന്റെ അകത്ത് കയറിയിട്ടുണ്ടേ. അടിപൊളി. എന്തായാലും സക്സസ് ആണ് കേട്ടാ. ഇവര് ബ്രീഡിംഗ് ബോക്സിൽ കയറാന്ന് പറയുന്നത് തന്നെ ഒരു എന്താ പറയാ, നല്ല ലക്ഷണം. അപ്പൊ ഇപ്പൊ കോക്കറ്റ് ബോക്സിന്റെ അകത്ത് കയറി പറഞ്ഞില്ലേ, ആ ബോക്സിന്റെ അകത്ത് കയറിയ സംഭവം എന്ന് പറഞ്ഞാൽ അതിന്റെ ബാക്കിൽ ഇറങ്ങിയിട്ട് അങ്ങ് പോയിട്ടാ. അങ്ങനെ ഇറങ്ങിയിട്ട് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബ്രീഡിംഗ് ബോക്സിന്റെ അകത്ത് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ പണിക്കാറ് അത് തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു. അത് അടക്കാൻ വിട്ടുപോയി. അവർ വേർഡ്സിനിടുന്ന അവർ അറിയണ്ടില്ല. അപ്പൊ അങ്ങനെ തന്നെ ബാക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് പോയി. അപ്പൊ അതിന്റെ കാഴ്ചകളാണ് നമ്മൾ ഇനി കാണാൻ വേണ്ടി പോകുന്നത്. എന്ന് പറഞ്ഞാൽ ബേർഡ്സിനെ ഇനിയിപ്പോൾ നമ്മൾ പറന്ന് പോയിട്ടുണ്ട്. അതിനകത്ത് പിടിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കാണാം. ഓക്കെ. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ മലപ്പുറത്തുനിന്ന് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. നമ്മൾ ഭയങ്കര എന്താ പറയുക, പെറ്റ് സ്റ്റേഷൻ്റെ ഉയരമെന്ന് പറയുക. ഇതൊക്കെ നിങ്ങൾ ജെസ്സിയിൽ കേട്ടോ. പെറ്റ് സ്റ്റേഷൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന പെറ്റ് സ്റ്റേഷൻ കാണാനായിട്ട് ഇന്നലെ മുതലേ വന്നിട്ട് ഇവിടെ ഹോട്ടലിൽ സ്റ്റേ ചെയ്താവും ഇവരെല്ലാവരും. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാണ്? ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ അരണ്ണോ അരണ്ണ ഇപ്പൊ മുന്നിൽ നോക്കിയിട്ട് പറഞ്ഞതാണ്. അരണ്ണം ഒന്നും അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ലാതെ തോന്നുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ തോന്നുന്നു. വീഡിയോ കണക്കൊന്നും ശരിയാണെന്നില്ലാണ് ദിവാകര. അപ്പൊ നമുക്ക് പിന്നെ എന്താ പറയാ, നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അത്രയും ദൂരത്ത് നമ്മൾ നോക്കി വന്നില്ലേ. അപ്പോൾ പിന്നെ എന്താ പറയാ, വന്നിട്ട് എല്ലാവരും ഹാപ്പിയാന്നാ പറഞ്ഞത്. എന്താ വന്നത് എക്സ്പീരിയൻസ്? നിങ്ങളൊരു ഭാഗമേ കണ്ടില്ല, ഇനി കുറച്ചും കൂടി കാണാനുണ്ട്. അപ്പോൾ ശരിയിലൊക്കെ കണ്ടിട്ട് ബാക്കി അഭിപ്രായം കാര്യങ്ങളെല്ലാം പറ. ഓക്കെ. ഒരു ഗൂഗിൾ റിവ്യൂ തന്നെ എഴുതും. ഓക്കെ. ഒരു ഗൂഗിൾ റിവ്യൂ നമുക്ക് കിട്ടട്ടെ അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മുടെ പെറ്റ് സ്റ്റേഷനിൽ വന്നവരെന്തായാലും ഒരു ഗൂഗിൾ റിവ്യൂ നമുക്ക് വേണ്ടിയിട്ട് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും നിങ്ങൾ എഴുതിക്കോട്ടെ. അത് നമ്മൾ തുറന്ന അഭിപ്രായം പറയാനുള്ള സൗകര്യമുള്ള സ്ഥലമല്ലേ. ഓക്കെ. അപ്പോൾ നമുക്ക് പച്ചിനെ പിടിക്കുന്നതൊക്കെ കാണാം. നമ്മുടെ കോക്കറ്റ് പറന്നു പോയിട്ട് അതിൻ്റെ ഇങ്ങനെ പിടിക്കാനുള്ള ശ്രമത്തിൽ നമ്മളെല്ലാവരും ഉള്ളു കേട്ടോ. ആരെങ്കിലും വീഡിയോയിൽ കാണുന്നുണ്ട് ഇത് എവിടെയുള്ളതെന്ന്? വീഡിയോൻ്റെ ഒരു ഭാഗത്തായിട്ടുണ്ട് കേട്ടോ. മാക്സിമം സൂം ചെയ്തിട്ട് കാണിച്ചു തരാം. അതെവിടെ മനസ്സിലായല്ലോ? ആ അതാ കാണുന്നില്ല, അതാ നമ്മൾ സ്ക്രീനിൻ്റെ സെൻറ്ററിലതാ. ഓക്കെ. അത്രയും ദൂരത്തേ ഉള്ളു കേട്ടോ. ഇത് കിട്ടിയ ഭാഗ്യം എന്ന് വിചാരിക്കാം. അമ്മാതിരി ദൂരത്താണ് ഉള്ളത്. അതുപോലെ നമ്മൾ മറ്റേ കോക്കറ്റുവിനെ കൂട്ടിലാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ആക്കിയിട്ടുണ്ട് നമ്മൾ കോക്കോനെ. ഓക്കെ. കോക്കോൻ്റെ അമ്മയാണ് പോയത്. ഓക്കെ. അപ്പോൾ നമുക്ക് കിട്ടാനുള്ള കഠിന പ്രയത്നത്തിലുള്ളത് നോക്കാം. രാത്രിയാകുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട പ്ലാനാണ്. രാത്രിയാകുമ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും പിടിക്കാൻ വേണ്ടി പറ്റും. പിന്നെ പകലിപ്പോൾ ഇവിടുന്ന് ഇടുന്നെങ്കിൽ മിസ്സായി പോയെങ്കിൽ ഒറ്റ പോക്ക് ചിലപ്പോൾ കിലോമീറ്ററുകളോളം പറക്കും. പിന്നെ നമുക്ക് നോക്കിയാൽ അവരെ കാണാൻ പറ്റില്ല. 1-2 പ്രാവശ്യം പറന്ന് ഇവിടെ തന്നെ വന്ന് നിന്നു. മറ്റവനെ കൊണ്ടുവച്ചാൽ നന്നായി. ഒരാൾ യൂട്യൂബ് എടുത്തു. അപ്പോൾ നമ്മൾ രാത്രി ആകുന്നവരെ വേറെ ജീവികളെ അറ്റാക്കൊന്നും ഇല്ലാണ്ട് ഇപ്പോൾ കാക്കൊന്നും വന്നിട്ട് പറപ്പിക്കാണ്ടിരിക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന കേട്ടോ എല്ലാവരും. ഓക്കെ. എനിക്ക് കാണുന്നുണ്ടോ? മൊബൈലിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ആ ഗ്യാപ്പിലുണ്ട്. അതാ ഉണ്ടാ ഇത്രയും ദൂരത്തേ ഉള്ളത്.
അപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്കിന്ന് രാത്രി പിടിക്കാം. ഇല്ലെങ്കിൽ ഇവിടുന്ന് മിസ്സായെങ്കിൽ എവിടെയെങ്കിലും കാണുവാണെങ്കിൽ നമ്മളോടൊന്ന് പറയണേ. ഓക്കെ, നമ്മളിവിടെ വന്നിട്ട് ഇവനെ പിന്നെ പൊക്കിയാലേ പറ്റൂ. ഇവർ നാട്ടിലെന്തായാലും ഇവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഇവരുടെ ഫുഡും കാര്യങ്ങളൊന്നും നമ്മുടെ നാട്ടിലങ്ങനെ കിട്ടാൻ സാധ്യതയില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് പിടിക്കാൻ പറ്റുമെന്ന് വിചാരിക്കാണ്ടോ, അത്രയും ദൂരത്തേ ഉള്ളത്. ഓക്കെ, ഒരു വിധം നമ്മൾ ബേർഡ് താഴെ എത്തിയിട്ടുണ്ട്. കണ്ടോ, നല്ലോണം സൂം ചെയ്തിട്ട് എടുക്കുന്നത് അത്രയും ദൂരത്തേ ഉള്ളത്. തൊട്ട് താഴത്ത് നമ്മുടെ മറ്റേതുണ്ട്, എന്താ ഈ വീട്. അതെങ്ങനെയെങ്കിൽ പൊട്ടിച്ച് പുറത്തിറങ്ങാനുള്ള ശ്രമത്തിലാണ്. അത് പിന്നെ പ്രശ്നമില്ല, ഫുള്ളി ടൈമിലാണ്. ഫൈനലി നമ്മുടെ കോക്കറ്റ് താഴെ ഇറങ്ങിയിട്ടുണ്ടേ. അതിനെ പിടിക്കാനുള്ള ശ്രമത്തിലാണ് നിന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ പിന്നെ അവിടെ ഒരു കൂട് വെച്ച് കൊടുത്തിട്ട് ഒരു ട്രൈ ചെയ്തിരുന്നു, പക്ഷെ അത് സക്സസ് ആയില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളും വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ പുറത്ത് വെച്ച് കൊടുത്തു, അതെല്ലാം തിന്നിട്ട് ആൾ പോയി. അപ്പോൾ ഇന്ന് വിശക്കുമ്പോൾ എന്തായാലും വരും. ഇന്നലെ രാത്രി നമ്മൾ പിടിക്കാമെന്ന് വിചാരിച്ചത്, പക്ഷെ രാത്രി നമുക്ക് പിടിക്കാൻ വേണ്ടി പറ്റിയില്ല. പിടിക്കാൻ പറ്റിയിട്ടാന്ന് പറഞ്ഞാൽ അടുത്ത് പോകുമ്പോൾ തന്നെ അത് ചെറിയൊരു അടക്കം കാണുമ്പോൾ തന്നെ പറന്നു പോയി. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നതെന്ന് പറയുന്നത് വക്കാരിക്കലാണ്. നമ്മൾ ഈ ഒരു കേജിൻ്റെ അകത്ത് നമ്മൾ കംപ്ലീറ്റ് ഫ്രൂട്ട്സും അതിനുള്ള നട്ട്സും കാര്യങ്ങളെല്ലാം വെച്ച് കൊടുത്തിട്ട് ഇവിടെ ജസ്റ്റ് ഒരു എന്താ പറയുക, നമ്മളെ റീല് കെട്ടി കൊടുക്കും. ഇവിടെ റീലെടുത്തിട്ട് നമ്മൾ ഈ കൂടിൻ്റെ ഈ ഒരു ഹോളിൽ എടുത്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ കൂടിൻ്റെ ഡോറിൻ്റെ ഈ ഭാഗത്ത് അതൊന്ന് കെട്ടിക്കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ തുറന്നിട്ട് തന്നെ വെക്കുക. ഫ്രൂട്ട്സും കാര്യങ്ങളും വരെ എന്തായാലും അകത്തോട്ട് കയറും. ഇവർക്ക് ഈ കൂടൊന്നും പേടിയുണ്ടാവില്ല, കുറേ കാലമില്ല ഈ കൂടും കാര്യങ്ങളൊക്കെ കാണാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇത് കയറി കഴിഞ്ഞാൽ ഇങ്ങനെ വലിച്ചിട്ട് അടക്കാനാണ് നമ്മളെ പ്ലാൻ. ഓക്കെ, അപ്പോൾ എത്രത്തോളം സക്സസ് ആവുന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഓക്കെ, ഇതിന് ഭയങ്കരമായി കെട്ടുന്നതെന്ന് ആവശ്യമില്ല, എന്തായാലും നമുക്ക് ഒന്ന് കെട്ടിക്കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇതാണ് നമ്മളെ പ്ലാൻ കേട്ടോ. ഇതുപോലെ നമ്മൾ ദൂരത്ത് പോയി നിന്നിട്ട് ജസ്റ്റ് അകത്തോട്ട് കയറുമ്പോൾ ഇതാണ് നമ്മളെ പദ്ധതി. ഓക്കെ, ഇത് സക്സസ് ആവുമെന്ന് വിചാരിക്കുന്നത് ഇതന്നെ ഇതാ. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ കൊണ്ടേക്കാം. ഓക്കെ, അപ്പോൾ ഇതാ നമ്മൾ ട്രാപ്പൊക്കെ സെറ്റ് ചെയ്ത് ആളിതാ വന്നിട്ടുമുണ്ട്. നല്ല വിശപ്പുണ്ടാവുമല്ലോ, അപ്പോൾ ഫുഡെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റേ ആൾ നമ്മൾ കാല് ലോക്ക് ചെയ്തിട്ടല്ലോ കേട്ടോ, അവിടെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിലല്ല. അതും ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് പിന്നെ ഭയങ്കര പാടായിരിക്കും പിടിക്കാൻ വേണ്ടി. അപ്പോൾ ഇവന് ഏകദേശം കയറിയിട്ടുണ്ട്. ഫുള്ളായിട്ട് കയറിയെന്ന് തോന്നുമ്പോൾ നമ്മൾ വലിക്കും കേട്ടോ. ജസ്റ്റ് കാണാം. അപ്പോൾ നമ്മുടെ രണ്ട് കോക്കറ്റിനെയും തിരിച്ചിട്ട് ഇപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ടാ അത് രണ്ടാളും നല്ല സെറ്റിലായി, കുഴപ്പമൊന്നുമില്ല. ഇനി ബ്രീഡിംഗ് ബോക്സിൽ കയറിയാലൊന്നും കുഴപ്പമില്ല കേട്ടോ, എല്ലാം നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആപ്പിയും മിസറും മുച്ചും മുനീറും നമ്മുടെ കൂടി എന്താ പറയുക രാപ്പകലില്ലാണ്ട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ രണ്ടാളല്ല ഒരാളെ പിടിച്ചത്. ഒരു ദിവസം ഒരു നൈറ്റ് ഫുള്ളും പുറത്തായിരുന്നു കേട്ടോ. 2 ദിവസം പറന്ന് കളിച്ചു ശരിക്കും. സംഭവം ഇവര് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ജീവിക്കും എന്ന് പറയുന്നൊക്കെ വെറുതെ കേട്ടോ. ഒരു ദിവസം പുറത്താകുമ്പോഴേക്കും ആള് ഭയങ്കര സ്ട്രെസ്സായി, പിന്നെ ആകെ കളിയായിട്ടാ. രണ്ടാമതും പിന്നെ എന്താ പറയാ കുറച്ച് ശരിയാകാൻ വേണ്ടി കുറച്ച് സമയം എടുത്തു. അതേപോലെ ഒരാഴ്ചയൊക്കെ പുറത്ത് കിടന്നില്ലെങ്കിൽ എന്തായാലും ഒരു നല്ല രീതിയിൽ വീക്ക് ആവും കേട്ടോ. ഓക്കെ, അതേപോലെ നമ്മൾ ഇട്ട സാധനത്തിന് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് അതേപോലെ ഫസ്റ്റ് കേജ് ഒന്ന് കാണിച്ചോ. ഒന്നല്ലേ തിരൂരിന്ന്. ഓക്കെ, എന്താ പേര്? നെസറു. എല്ലാവരും പഠിക്കുന്നല്ലേ? കേൾക്കുന്നറിയോ? അറിയോ? എല്ലാ വീഡിയോ കാണുമല്ലേ? ഇത് ഫുള്ള് മലപ്പുറത്തും തിരൂരിലുള്ള ആൾക്കാരാണ് കേട്ടോ. ഇപ്പൊ അവിടെ നിന്ന് പരിചയപ്പെട്ട് മലപ്പുറത്ത് ഇന്നൊരാൾ പരിചയപ്പെട്ടു. അവരെ നമ്മൾ വീഡിയോയിലൊന്നും കാണിച്ചിട്ട് വേറെ എക്സ്പീരിയൻസ് കണ്ടിട്ടില്ല. നല്ലതാണ്, ഇഷ്ടപ്പെട്ടാ? വീഡിയോയിൽ കാണുന്നത് നല്ലത് അല്ല ഇങ്ങനെ കാണുന്നത് നല്ലത്? നേരിൽ കാണുന്നതല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ കോൾഡക്കിനെയും കൂടി ഒന്ന് കണ്ടേക്കാം. കോൾഡക്കിന് നമ്മൾ പുതിയ സെറ്റപ്പ് ആയിട്ട് കോൾഡക്കിന്റെ വെള്ളച്ചാട്ടം. അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ സ്റ്റാർലിങ്സിനെ കണ്ട സ്റ്റാർലിങ്സിനെ ഒരാളെന്താ വേറെ കൂട്ടിലാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 ആൾ ഭയങ്കര ഫൈറ്റ് ചെയ്തിട്ട് ഒരാളെ കൊല്ലാനാക്കുന്നത്. അപ്പോൾ ഒരാളെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യേണ്ടി വരുന്നു.
വലിയ കൂട്ടിലാക്കുമ്പോൾ മാത്രമേ ഈ പ്രശ്നമുള്ളൂ കേട്ടോ. ഇതല്ല വെള്ളച്ചാട്ടം മേലിന് തുടങ്ങി ഇങ്ങനെ വന്ന് ഇവർ ഈ പിന്നെ സ്റ്റാർലിങ്സ് ഇടയ്ക്കിടയ്ക്ക് അതിൽ പോയി കുളിക്കും കേട്ടോ. നല്ല രസമാണ് കാണാൻ വേണ്ടി. ഈ വെള്ളച്ചാട്ടത്തിലെല്ലാം വന്നിട്ട് കുളിക്കുന്ന കാണാം. ഓക്കെ, അതേപോലെ നമ്മുടെ കോൾഡക്കിന് നമ്മൾ ഇതിനകത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ അത് ഇവർക്ക് ഫുഡ് കഴിക്കേണ്ട സിസ്റ്റമാണ്. ഇത് നമ്മൾ ബേർഡ് ഇടുന്ന ഇവിടെ ടുറാക്കോ ഇടുന്നു കേട്ടോ. വയലറ്റ് ടുറാക്കോ അതുപോലെ ഗ്രീൻ ടുറാക്കോ നമ്മൾ ഇതിൽ പ്ലാൻ ചെയ്ത ജീവികൾ. ഓക്കെ, അപ്പോൾ കേജലിൽ നല്ല സെറ്റപ്പായി എന്ന് കാണുന്ന ആൾക്കാരുകൾ പറയുന്നുണ്ട്. നമ്മൾ ഫെററ്റിൻ്റെ കുഞ്ഞിനെ കണ്ടിട്ട് കുറേ നാളായി അല്ലേ. നമ്മളൊരു ആൽബിനോ ഫെററ്റിൻ്റെ കുട്ടിയാണ് കേട്ടോ. ചെറുതുണ്ടായതാണ്, ഇപ്പോൾ വലുതായി. കടിക്കുന്നുണ്ടോ? കടിയുന്നത് പല്ലുണ്ടില്ല നിങ്ങൾ ഫെററ്റിൻ്റെ ഇതൊക്കെ പല്ല് കാണിച്ചാൽ ഭയങ്കര പല്ലാണ് കേട്ടോ. എന്താ ശരിക്കും നമ്മുടെ പിന്നെ ചെറിയ എല്ലെല്ലാം കടിച്ചു മുറിക്കാൻ അവിടെ പിന്നെ ഡോഗ്സിനുള്ള പോലെ തന്നെയുള്ള പല്ലാണ് കേട്ടോ. ഡോഗ് ടീത്ത്. അതിന് വേറെന്തോ പറയുന്നുണ്ട്, പെട്ടെന്ന് പേര് കിട്ടുന്നില്ല. ഇവിടെ കടിക്കണ്ട അല്ല ശരിക്കും പല്ല് ശരിക്കും കണ്ടിട്ടില്ലെങ്കിൽ ഒന്നും കൂടി കാണിച്ചതാ. കാണിക്കടാ എന്താ ശരിക്കും പറിച്ചെടുക്കൂ. നമ്മൾ ഈ ടൈം ഉണ്ടാക്കി എടുത്തോണ്ട് കുഴപ്പമില്ല. ദേഷ്യം കാണിക്കണ്ട. ഇവരുടെ ഈ ഓട്ടം കാണാൻ നല്ല രസമാണ്. ശരിക്കും എല്ലാവരും ഇതിനെ കീരിനെ പോലെ വരും. പക്ഷേ കീരിയല്ല കേട്ടോ. ഇത് എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ ഓടുന്നതാണ് ഭയങ്കര രസം. ഓടാ നമ്മളെ ഫെററ്റിനെ കണ്ടില്ലേ? ഫെററ്റിൽ നമ്മൾ കുറേ നാളെ ഈ വീഡിയോയിൽ കാണിക്കാത്തല്ലേ. അപ്പോൾ നമുക്ക് 1-2 ആൾക്കെങ്കിലും കൂടി കണ്ടിട്ട് പോവാം. നമ്മളെ മുച്ചു ഡോഗ്സിനെല്ലാം കളിപ്പിക്കുന്നുണ്ടാ. ഈ ഇത്ര വലിയ സ്നേഹമൊന്നുമില്ലേ വീഡിയോ എടുക്കുന്നതായിട്ട് കാണിക്കാം. 3ാമത്തെ ഷിറ്റ്സോ ആണ് ഇത്. ഇവിടെ അടുത്ത് ഇപ്പോൾ 3 ഷിറ്റ്സോ ഉള്ളത്. ഒരാളും കൂടി ഉണ്ട് കേട്ടോ. 4 ഷിറ്റ്സോ ആണ് ടോട്ടലുള്ളത്. ഇവരെല്ലാം ഫുള്ള് ജട പിടിച്ച് ഒരു കണ്ടീഷനിൽ ഉണ്ടായത് നമ്മളെല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ കിവിയിലൊക്കെ ഉണ്ടാ. കിവിയാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും ക്വാളിറ്റിയിലെ ഷിറ്റ്സ് കേട്ടോ. എന്നാൽ ഏറ്റവും കോമ്പാക്ട് സൈസ്. ഇങ്ങനെയുണ്ട് എല്ലാവരും അടിപൊളിയല്ലേ. ഇവിടെ വരുന്നവർക്കൊക്കെ ഇതിനെല്ലാം നല്ല രീതിയിൽ പെറ്റ് ചെയ്യാനൊക്കെ സൗകര്യം ഉണ്ട് കേട്ടോ. അതിന് പേയ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ശനിയാഴ്ച കാണാം. ഓക്കെ, ബൈ.